ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വാത്മീകി രാമായണം സുന്ദരകാന്ഡം, സർഗം 1, ശ്ലോകങ്ങൾ 204 മുതൽ. തദ്ദൃഷ്ട്വാ ചിന്തയാമാസ കോമ മാരുതിർവികൃതാനനം, കപിരാജേന കഥിതം കോമ സത്വമദ്ഭുതദർശനം, ഛായാഗ്രാഹി മഹാവീര്യം കോമ തദിദം നാത്ര സംശയഃ. തദ്ദൃഷ്ട്വാ ചിന്തയാമാസ മാരുതിർവികൃതാനനം, കപിരാജേന കഥിതം സത്വമദ്ഭുതദർശനം, ഛായാഗ്രാഹി മഹാവീര്യം തദിദം നാത്ര സംശയഃ. തത് അത്, ദൃഷ്ട്വാ കണ്ടിട്ട്, ചിന്തയാമാസ ചിന്തിച്ചു, മാരുതിഹി വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ചിന്തിച്ചു, വികൃതാനനം വികൃതമായ മുഖമുള്ള, കപിരാജേന കപിരാജനായ സുഗ്രീവനാൽ, കഥിതം പറയപ്പെട്ട, സത്വം ജീവി, അദ്ഭുത ദർശനം അദ്ഭുതകരമായ രൂപമുള്ള, ഛായാഗ്രാഹി നിഴൽ പിടിക്കുന്നവള്, മഹാവീര്യം മഹാശക്തിയുള്ള, തത് അത്, ഇതം ഇതുതന്നെ, ന അത്ര സംശയഃ ഇതിൽ യാതൊരു സംശയവുമില്ല. അതായത് വികൃതമായിട്ടുള്ള മുഖമുള്ള ആ ഭയങ്കര ജീവിയെ കണ്ട ഹനുമാൻ ചിന്തിച്ചു, കപിരാജനായ സുഗ്രീവൻ മുമ്പ് പറഞ്ഞിരുന്ന അത്ഭുതകരമായ ജീവി ഇത് തന്നെ ആയിരിക്കണം. സുഗ്രീവൻ മുമ്പ് നൽകിയ മുന്നറിയിപ്പ് ഹനുമാൻ ഓർമ്മ വന്നു. തൻ്റെ നിഴൽ പിടിക്കുന്ന സിംഹികയാണിതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. നിഴൽ പിടിക്കുന്ന ആ മഹാശക്തിയുള്ള സത്വം ഇത് തന്നെയാണ്, ഇതിൽ യാതൊരു സംശയവുമില്ല. ഹനുമാൻ സിംഹിയെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഉറപ്പിച്ചു. സുഗ്രീവൻ പറഞ്ഞിരുന്ന ആ നിഴൽ പിടിക്കുന്ന രാക്ഷസിയെ ഹനുമാൻ തിരിച്ചറിഞ്ഞു. സിംഹിയെ തന്നെയാണ് തൻ്റെ നിഴൽ പിടിച്ചതെന്ന് ഹനുമാൻ ഉറപ്പിച്ചു. തദ്ദൃഷ്ട്വാ ചിന്തയാമാസ മാരുതിർവികൃതാനനം, കപിരാജേന കഥിതം സത്വമദ്ഭുതദർശനം, ഛായാഗ്രാഹി മഹാവീര്യം തദിദം നാത്ര സംശയഃ. സതാം ബുദ്ധ്വാർത്ഥതത്വേന കോമ സിംഹികാം മതിമാൻ കപിഃ, വ്യവർത്ഥത മഹാകായഃ പ്രാവൃഷീവ വലാഹകഃ. സതാം ബുദ്ധ്വാർത്ഥതത്വേന സിംഹികാം മതിമാൻ കപിഃ, വ്യവർത്ഥത മഹാകായഃ പ്രാവൃഷീവ വലാഹകഃ. സഹ അവൻ, താം അവളെ, ബുദ്ധ്വാ മനസ്സിലാക്കി, അർത്ഥതത്വേന യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കി, സിംഹികാം സിംഹികയെ, മതിമാൻ ബുദ്ധിമാൻ, കപിഃ ഹനുമാൻ, വ്യവർത്ഥത വലുതായി, മഹാകായക മഹത്തായ ശരീരമുള്ളവൻ, പ്രാവൃഷി മഴക്കാലത്ത്, വലാഹകഃ മേഘം. ബുദ്ധിമാനായ ഹനുമാൻ സിംഹിയുടെ സ്വഭാവം മനസ്സിലാക്കി. തുടർന്ന് മഴക്കാലത്തെ മേഘം വലുതാകുന്നത് പോലെ തൻ്റെ ശരീരം വലുതാക്കി. സിംഹിക വലിയ വാ തുറക്കുന്നതനുസരിച്ച് താനും വലുതാകാനായിട്ട് ഹനുമാൻ തീരുമാനിച്ചു. സിംഹികയുടെ തന്ത്രം മനസ്സിലാക്കിയ ഹനുമാൻ തൻ്റെ ശരീരം വലുതാക്കി. സതാം ബുദ്ധ്വാർത്ഥതത്വേന സിംഹികാം മതിമാൻ കപിഃ, വ്യവർത്ഥത മഹാകായഃ പ്രാവൃഷീവ വലാഹകഃ. തസ്യ സ കായമുദ്വീക്ഷ്യ കോമ വർദ്ധമാനം മഹാകപേഃ, വക്ത്രം പ്രസാരയാമാസ കോമ പാതാളാംബരസന്നിഭം. തസ്യ സ കായമുദ്വീക്ഷ്യ വർദ്ധമാനം മഹാകപേഃ, വക്ത്രം പ്രസാരയാമാസ പാതാളാംബരസന്നിഭം. തസ്യ അവൻ്റെ, കായം ശരീരം, ഉദ്വീക്ഷ്യ നോക്കിക്കൊണ്ട്,
വർത്തമാനം വലുതാവുന്ന മഹാകപേഹേ മഹാകവിയായ ഹനുമാന്റെ വക്ത്രം വായ പ്രസാരയാമാസ വിശാലമാക്കി പാതാളം അംബര ആകാശം സന്നിഭം പോലെയുള്ള, അതായത് ഹനുമാന്റെ ശരീരം വലുതാകുന്നത് കണ്ട സിംഹിക പാതാളം മുതൽ ആകാശം വരെ വ്യാപിച്ചതുപോലെ തോന്നുന്നത്ര വലുതായിട്ട് വായ തുറന്നു. ഹനുമാനെ വിഴുങ്ങാനായിട്ട് സിംഹിക തൻ്റെ വായ അത്യന്തം വലുതാക്കി. ഹനുമാനെ വിഴുങ്ങാൻ സിംഹിക ഭീമാകാരമായിട്ടുള്ള വായ തുറന്നു. തസ്യ സാകായമുദ്വീക്ഷ്യ വർദ്ധമാനം മഹാകപേഃ വക്ത്രം പ്രസാരയാമാസ പാതാളാംബരസന്നിഭം. ഘനരാജീവ ഗർജന്തി കോമ വാനരം സമഭിദ്രവത്. ഘനരാജീവ ഗർജന്തി വാനരം സമഭിദ്രവത്. ഘന മേഘം, ഗർജന്തി ഗർജിച്ചുകൊണ്ട്, വാനരം ഹനുമാനെ സമഭിദ്രവത് ആക്രമിച്ച് അടുത്തു വന്നു. അതായത് ഇടിമേഘം പോലെ ഗർജിച്ചുകൊണ്ട് സിംഹിക ഹനുമാനെ ആക്രമിക്കാനായി പാഞ്ഞടുത്തു. സിംഹിക ഭയങ്കരമായ രൂപത്തിൽ ഹനുമാനെ വിഴുങ്ങാനായിട്ട് ശ്രമിച്ചു. ഗർജിച്ചുകൊണ്ട് സിംഹിക ഹനുമാനെ ആക്രമിച്ചു. ഘനരാജീവ ഗർജന്തി വാനരം സമഭിദ്രവത്. സ ദദർശ തതസ്തസ്യാഹ കോമ വിവൃതം സുമഹന്മുഖം കായമാത്രം ച മേധാവി കോമ മർമാണി ച മഹാകവിഃ. സ ദദർശ തതസ്തസ്യാഹ വിവൃതം സുമഹന്മുഖം കായമാത്രം ച മേധാവി മർമാണി ച മഹാകവിഃ. സഹ അവൻ ദദർശ കണ്ടു, തതഹ തുടർന്ന്, വിവൃതം തുറന്ന, സുമഹത് വളരെ വലുതായ, മുഖം വായ, കായമാത്രം ശരീരത്തിൻ്റെ വലിപ്പം, മേധാവി ബുദ്ധിമാൻ, മർമാണി മർമ്മസാധനങ്ങൾ, മഹാകവിഃ ഹനുമാൻ. അതായത് ബുദ്ധിമാനായ ഹനുമാൻ സിംഹികയുടെ വളരെ വലിയ തുറന്ന വായയും അവളുടെ ശരീരത്തിൻ്റെ ഘടനയും മർമ്മസ്ഥാനങ്ങളും ശ്രദ്ധാപൂർവം കണ്ട് മനസ്സിലാക്കി. ഹനുമാൻ വെറും ശക്തി കൊണ്ട് ആക്രമിച്ചില്ല. ആദ്യം തൻ്റെ ശത്രുവിൻ്റെ ദുർബല സ്ഥാനങ്ങളൊക്കെ നിരീക്ഷിച്ചു. ഹനുമാൻ സിംഹിയുടെ ശരീരവും മർമ്മസ്ഥാനങ്ങളുമൊക്കെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി. സദദർശ തതസ്തസ്യാഹ വിവൃതം സുമഹന്മുഖം കായമാത്രം ച മേധാവി മർമാണി ച മഹാകവിഃ. സ തസ്യാ വിവൃതേ വക്ത്രേ കോമ വജ്രസംഹനനഃ കവിഃ സംക്ഷിപ്യ മുഹുരാത്മാനം കോമ നിഷ്പപാത മഹാബലഃ. സ തസ്യാ വിവൃതേ വക്ത്രേ വജ്രസംഹനനഃ കവിഃ സംക്ഷിപ്യ മുഹുരാത്മാനം നിഷ്പപാത മഹാബലഃ. വിവൃതേ വക്ത്രേ തുറന്ന വായില്, വജ്രസംഹനനഃ വജ്രം പോലെ ശക്തമായ ശരീരമുള്ള, കവിഃ ഹനുമാൻ, സംക്ഷിപ്യ ചുരുക്കി, ആത്മാനം തൻ്റെ ശരീരം, മുഹുഹു ഉടനെ പെട്ടെന്ന്, നിഷ്പപാത പുറത്തേക്ക് പാഞ്ഞു, മഹാബലഹ മഹാശക്തിയുള്ളവൻ. അതായത് വജ്രം പോലെ ശക്തമായ ശരീരമുള്ള ഹനുമാൻ സിംഹികയുടെ തുറന്ന വായിലേക്ക് പ്രവേശിച്ചു. എന്നിട്ട് ഉടനെ തന്നെ തൻ്റെ ശരീരം ചെറുതാക്കി. എന്നിട്ട് അതിവേഗത്തിൽ പുറത്തേക്ക് പാഞ്ഞു വന്നു. ഇതാണ് ഹനുമാന്റെ ബുദ്ധിയും രൂപമാറ്റ ശക്തിയും ഒരുമിച്ച് പ്രകടമാക്കുന്ന നിമിഷം. സിംഹിക വലുതായപ്പോൾ ഹനുമാനും വലുതായി. അവൾ വാ തുറന്നപ്പോൾ ഹനുമാൻ പെട്ടെന്ന് ചെറുതായി. എന്നിട്ട് അകത്ത് കയറി പുറത്തു വന്നു. വലിയ ശരീരം ചെറുതാക്കി
ഹനുമാൻ സിംഹിയുടെ വായിലൂടെ പ്രവേശിച്ചിട്ട് പുറത്തു വന്നു. സതസ്യാ വിവൃതേ വക്ത്രേ വജ്രസംഹനനഃ കവിഃ സംക്ഷിപ്യ മുഹുരാത്മാനം നിഷ്പപാദ മഹാബലഃ. ആസ്യേ തസ്യാ നിമജ്ജന്തം കോമ ദദൃശു സിദ്ധചാരണാഃ. സിദ്ധ അവിടെ ഡബിൾ സ. ഗ്രസ്യമാനം യഥാ ചന്ദ്രം കോമ പൂർവം പർവണി രാഹുണ. ആസ്യേ തസ്യാ നിമജ്ജന്തം ദദൃശു സിദ്ധചാരണാഃ ഗ്രസ്യമാനം യഥാ ചന്ദ്രം പൂർണം പർവണി രാഹുണ. ആസ്യ വായില് തസ്യാഹ അവളുടെ നിമജ്ജന്തം പ്രവേശിക്കുന്ന സിദ്ധചാരണാഹ സിദ്ധന്മാരും ചാരണന്മാരും ദദൃശുഹു കണ്ടു ഗ്രസ്യമാനം വിഴുങ്ങപ്പെടുന്ന പൂർണ്ണചന്ദ്രനെ പർവണി പൗർണമി ദിവസം രാഹുണ രാഹുവിനാല്. അതായത് ഹനുമാൻ സിംഹിയുടെ വായിലേക്ക് പ്രവേശിക്കുന്നത് സിദ്ധന്മാരും ചാരണന്മാരും കണ്ടു. അത് പൗർണമിയിലെ പൂർണ്ണചന്ദ്രനെ രാഹു വിഴുങ്ങുന്നത് പോലെ തോന്നി. ഹനുമാൻ സിംഹിയുടെ വായിൽ പ്രവേശിച്ച ആ കാഴ്ച ആകാശത്തില് രാഹു ചന്ദ്രനെ ഗ്രസിക്കുന്നത് പോലെ തോന്നി. ഹനുമാന്റെ പ്രവേശനം രാഹു പൂർണ്ണചന്ദ്രനെ വിഴുങ്ങുന്നത് പോലെ സിദ്ധന്മാർ കണ്ടു. ആസ്യേ തസ്യാ നിമജ്ജന്തം ദദൃശു സിദ്ധചാരണാഃ ഗ്രസ്യമാനം യഥാ ചന്ദ്രം പൂർണം പർവണി രാഹുണ. അതായത് ഈ ഭാഗത്ത് ഹനുമാന്റെ ബുദ്ധി, ധൈര്യം, വിവേകം, രൂപമാറ്റ ശക്തി, സമയോചിതമായിട്ടുള്ള പ്രവർത്തനം എന്നിവ അതിമനോഹരമായിട്ട് കാണാൻ സാധിക്കും. സിംഹിക ഹനുമാന്റെ നിഴൽ പിടിച്ചു. ഹനുമാൻ അവളെ തിരിച്ചറിഞ്ഞു. അവൾ വലുതായപ്പോൾ ഹനുമാനും വലുതായി. അവൾ വായ വലുതാക്കിയപ്പം ഹനുമാൻ തൻ്റെ ശരീരം ചെറുതാക്കി. എന്നിട്ട് അവളുടെ വായിൽ പ്രവേശിച്ചു. അങ്ങനെ ശത്രുവിൻ്റെ ശക്തിയെ നേരിട്ട് ഏറ്റുമുട്ടുന്നതിന് പകരം ബുദ്ധിപൂർവം അവളുടെ ദുർബലത കണ്ടെത്തി അതിലൂടെ ഹനുമാൻ വിജയിക്കുകയാണ് ചെയ്തത്. ശക്തി മാത്രം വിജയത്തിന് മതിയാകില്ല. ശക്തിയോടൊപ്പം തന്നെ വിവേകവും സമയോചിതമായ ബുദ്ധിയും വേണം. ഹനുമാന്റെ മഹത്വം അദ്ദേഹത്തിൻ്റെ അപാരമായ ബലത്തിൽ മാത്രമല്ല, എപ്പോൾ വലുതാകണം, എപ്പോൾ ചെറുതാകണം, എപ്പോൾ നേരിടണം, എപ്പോൾ തന്ത്രം പ്രയോഗിക്കണം എന്നറിയുന്ന വിവേകത്തിലാണ്. ശ്രീ ഹനുമതേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ